Watch India's largest kids library only on Jio Hotstar. Download the app now. വല്യേട്ടാ എവിടെയാ ഉള്ളത്? ഞങ്ങൾ പുതിയതായിട്ട് ഹൗസ് ക്ലീനിങ് ജോലി തുടങ്ങിയിട്ടുണ്ട്. ഓ എനിക്ക് തോന്നുന്നു പുള്ളി വീട്ടിലില്ലെന്ന്. വാ നമുക്ക് ഡോക്ടർ ജഡ്കയുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി കളയാം. നല്ല വൃത്തിയുള്ള വീട് കാണുമ്പോ അദ്ദേഹത്തിന് നല്ല സന്തോഷമാകും. നല്ല ഐഡിയ ആണ്. വരൂ നമുക്ക് കിച്ചണിൽ നിന്ന് ക്ലീൻ ആക്കി തുടങ്ങാം. സേഫ്റ്റി ഫസ്റ്റ്. ഞാൻ എന്നാ ഇവിടുന്ന് തുടങ്ങാം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? സൂക്ഷിച്ച് വൃത്തിയാക്ക്. സോറി നീ താഴെയൊക്കെ വൃത്തിയാക്കൂ. ഞാൻ ചെന്ന് പ്ലാറ്റ്ഫോറത്തിന്റെ മുകളിൽ വൃത്തിയാക്കാം. ഒന്നും താഴെയിട്ട് പൊട്ടിക്കാതെ നിനക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ലടാ. ഒരിക്കൽ കൂടെ മാപ്പ്. തെറ്റ് എന്റേതായിരുന്നില്ല. ആ കോക്രോച്ച് പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഓടി വന്നതായിരുന്നു പ്രശ്നം. അതുകൊണ്ടാ ഞാൻ ശരിക്കും ജോലി നോക്കിക്കോളാം. ഞാൻ ഗ്യാസിന്റെ ബർണറൊക്കെ ഒന്ന് വൃത്തിയാക്കാം. നോക്കി ചെയ്യേ. നല്ല പുത്തം പുതിയതാക്കി തരാം. കൊള്ളാം. നീ എവിടെയാ ഉള്ളത്? ഇങ്ങോട്ട് വന്ന് നോക്കൂ. ഫ്രിഡ്ജിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് നിന്നെടുത്തൊന്ന് തുള്ളി കളിക്കുക. ഡോക്ടർ ജഡ്ക എങ്ങാനും പറഞ്ഞാൽ ദേഷ്യപ്പെടും. ഈ പത്തിലും അപ്പോഴത്തേക്ക് ഇത് എവിടെ പോയി കിടക്കുക? എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഭയങ്കര ദാഹം തോന്നുന്നു. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കട്ടെ. എന്റെ പത്തിലും നീ അകത്ത് എന്ത് ചെയ്യുമായിരുന്നു? ആരെങ്കിലും ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുവോ? ഞാൻ ഇപ്പൊ തന്നെ ചുടുവെള്ളം ഒഴിച്ച് തന്നെ ശരിയാക്കി തരാം കേട്ടോ. ഡോക്ടർ ജഡ്ക, അതെ ഡോക്ടർ ജഡ്ക, നിങ്ങളിത് എവിടെയാണ്? പൊളിക്കടുത്തല്ലോ. അത് കണ്ടോ? ഗസീറ്റാറാം നമ്മളെ ഭൂതങ്ങളാന്നാ വിചാരിച്ചിരിക്കുന്നേ. അതെന്തായാലും നന്നായി. ഈ വീട് ഇങ്ങനെ അലങ്കോലമായതിന്റെ പേര് നമ്മുടെ മേലിൽ വരില്ല, ഭൂതത്തിന്റെ മേലിലാ വരിക. വാ ഇനി നമുക്ക് ബെഡ്റൂം ക്ലീൻ ആക്കാം. ഡോക്ടർ ജഡ്ക, ഹലോ. ഓ എന്റെ പൊന്ന് ഹസീട്ടെ, എന്താന്ന് വെച്ചാ പറയാ. ഭൂതം വന്നിട്ടുണ്ട്. ഭൂതം നിങ്ങളുടെ വീട്ടിനകത്താ വന്നിരിക്കുന്നേ. ഓ ചങ്കേ, നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. അവിടെ എങ്ങനെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല ചങ്കേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഓഹോ, ഡബിൾ ബെഡാണ്. നീ ഒരു സൈഡിൽ നിന്ന് പൊക്ക്. അപ്പോഴത്തേക്ക് ഞാൻ താഴെയൊക്കെ വൃത്തിയാക്കാം. മോട്ടു വേഗം ക്ലീൻ ആക്ക. ഇതിന് നല്ല ഭാരമുണ്ട്. ഒരുപാട് സമയം എനിക്കിങ്ങനെ പൊക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. നിനക്കത് വിട്ടാലെന്താ? എന്തിനാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ? ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞു. നീ ഒരു ജോലി ശരിക്കും ചെയ്യുന്നില്ല കേട്ടോ. എന്നാ പിന്നെ ഞാൻ ഈ ബെഡിന്റെ മറുവശം പൊക്കിക്കോളാം. നീ വന്ന് ഈ ബെഡിന്റെ താഴെയൊക്കെ ഒന്ന് വൃത്തിയാക്ക്. ഹലോ. അതെ സോറി, റോങ് നമ്പർ. ഹേയ്, കുഴപ്പമില്ലെന്നേ. സത്യത്തിൽ എന്റെ പേര് മോട്ടു എന്നാണ്. മോട്ടു ഫ്രം ഫുർഫുറി നഗർ. അതെ സാറേ, ഞാൻ ഈ ഹൗസ് ക്ലീനിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹൗസ് ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാ മതി. കുഴപ്പമില്ല. എന്നാ ഫോൺ വെക്കട്ടെ. ബൈ. പത്തലു, നീ എവിടെയാ? ഒരു അവസരം കിട്ടിയാ മതി, അപ്പം മുങ്ങിക്കോളും. നിനക്ക് പണി ചെയ്യാൻ വയ്യെങ്കിൽ അത് നേരിട്ട് എന്നോട് പറഞ്ഞാ പോരെ. അല്ല, ഈ ബെഡിന് ഇതെന്താ പറ്റിയത്? ഇതാ ഫ്രിഡ്ജിനെ പോലെ തുള്ളി കളിക്കുകയാണല്ലോ. പത്തലു, നീ ബെഡിനടി കിടന്ന് എന്ത് ചെയ്യുവാ? ഉറങ്ങാനാണെങ്കിൽ ബെഡിന്റെ മേളിൽ കിടന്ന് ഉറങ്ങിയ പോരെ. താഴെ കിടന്ന് ആരെങ്കിലും ഉറങ്ങോ? ഞാൻ ഉറങ്ങൊന്നായിരുന്നില്ല. നീ എന്നെ അതിനടിയിലാക്കിയതാണ്. സോറി. ഈ ചെറിയ കാര്യത്തിനാണോ പത്തലു ഇത്രയും ദേഷ്യപ്പെടുന്നത്?
വരൂ, ഞാൻ പോയ ഫാനൊക്കെ എന്നാ ക്ലീൻ ചെയ്യാം. നീ എന്നെ ഒന്ന് സഹായിച്ചാ മതി. ഓക്കേ? നീ ഇപ്പൊ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. കൈ ശരിക്ക് എത്തുന്നില്ല. പത്തലു, കുറച്ചുകൂടെ ഒന്ന് പൊക്കി പിടിക്കേ. കുറച്ചുകൂടെ. എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പൊക്കാൻ കഴിയില്ല. സ്വയം പൊങ്ങിപ്പോയിക്കോ. പത്തലു, ഇന്ന് നിനക്ക് എന്താ സംഭവിച്ചത്? എല്ലാ ജോലിയും തലതിരിഞ്ഞാണല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഫാന് നശിച്ചു പോയെന്നാ. എന്തായാലും സ്വിച്ച് ഇട്ട് നോക്കാം, ഇത് വർക്കാവുന്നുണ്ടോ. നിർത്ത്, സ്വിച്ച് ഓൺ ആക്കരുത്. എനിക്ക് തോന്നുന്നു ചിലപ്പോ എല്ലാം ശരിയായിട്ടുണ്ടാവും. പൊളിച്ചെടുത്തല്ലോ, വീണ്ടും ഭൂതം വന്നിരിക്കുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഡോക്ടർ ചട്ക, 2 ഭൂതം വന്നിട്ടുണ്ട്. ഈ 2 ഭൂതം വെളുത്തതാണ്. നിങ്ങളുടെ വീട്ടിൽ 4 ഭൂതങ്ങൾ കറങ്ങി നടക്കാണ്. 2 കറുത്തതും 2 വെളുത്തതുമാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ 4 ഭൂതങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ബൈ ബൈ. പൊളിക്കെടുത്തല്ലോ. മമ്മി, രക്ഷിക്കണേ. മോട്ടു നമ്മള് കിച്ചണും ബെഡ്റൂമും എല്ലാം കൊളമാക്കി, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. വാ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഹോളെങ്കിലും വൃത്തിയാക്കി ഇടാം. അപ്പൊ ഡോക്ടർ ജഡ്കയ്ക്ക് സന്തോഷാവും. ശരി, വരൂ, നമുക്ക് ആദ്യം ആ ഫയർ പ്ലേസും പിന്നെ ചിമ്മിണിയും വൃത്തിയാക്കാം. മോട്ടു, നീ ഒരു കാര്യം ചെയ്യ്. ഒരു വലിയ വടിയെടുത്ത് അതിന് പുറത്തൊരു തുണി ചുറ്റി അകത്തേക്ക് വെക്ക്. ഞാൻ മുകളിലേക്ക് പോയി ആ വടിയിൽ പിടിച്ച് മുകളിലേക്ക് വലിക്കാം. നീ താഴേക്ക് വലിക്കണം, ഞാൻ മേലേക്ക് വലിക്കാം. ഇങ്ങനെ ചെയ്താൽ മുഴുവൻ ചിമ്മിനിയും ക്ലീൻ ആകും. അങ്ങനെ ഇതും ശരിയായി. ഈ ശബ്ദം ഇത് എവിടുന്നാ കേട്ടത്? അല്ല പത്തലു, നിനക്കിതിന്ന് എന്താ പറ്റിയത്? ഗാർഡനിൽ കിടന്നിങ്ങനെ വിശ്രമിക്കുക. പത്തലു, നമുക്ക് ചിമ്മിനി വൃത്തിയാക്കാനുള്ളതാ. വേഗം ചെല്ലു മുകളിലേക്ക്. ടൈം ഈസ് മണി. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കേ, നീ ആ മുളവടി മുകളിലേക്ക് പുഷ് ചെയ്യ്. എന്നാ പിടിക്കേ. ഇപ്പൊ താഴേക്ക് വലിക്കേ. പത്തലു, ദേഷ്യപ്പെടണ്ട. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്. പത്തലു, ഒന്ന് നിർത്തിക്കൂടെ പ്ലീസ്? ഹൗസ് ക്ലീനിങ്ങിന്റെ കാര്യം മറന്നേക്ക്. ഈ ഹൗസ് മുഴുവനും നമ്മള് കൊളമാക്കി. മിണ്ടാതെ പുറത്തേക്ക് ഓടിക്കോ, അല്ലെങ്കിൽ ഡോക്ടർ ജഡ്ക കണ്ട എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. പത്തലു, ഡോക്ടർ ജഡ്ക എപ്പോഴും പുള്ളിയുടെ ലാബിലല്ലേ ഉണ്ടാവാറ്. എന്തുകൊണ്ട് നമുക്ക് ആ ലാബിലോട്ട് പോയി വൃത്തിയാക്കിക്കൂടാ? അത് അടിപൊളിയാക്കിയ പുള്ളിക്കും സന്തോഷാവൂലേ? ഇനി ഞാൻ ആ വൃത്തിയാക്കുന്ന പണിക്കൊന്നും ഇല്ല. ഞാൻ പോവാ. നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ ചെയ്തോ. എന്റെ പത്തലു, ഒന്ന് അവിടെ നിക്ക് പ്ലീസ്. ഈ കൂട്ടുകാരന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആ ലാബ് വൃത്തിയാക്കി കൊടുക്കാവുന്നേ. എന്നെ വിട്ടേക്ക്. മര്യാദക്ക് പറയാ, എന്നെ വിട്ടേക്ക്. മനസ്സിലാക്ക് പത്തലു. ഡോക്ടർ ചട്ക, നിങ്ങൾ എവിടെയാണ്? ഭൂതം ഇവിടെ വന്നിരിക്കുന്നു. പൊളിച്ചെടുത്തല്ലോ, പല നിറത്തിലുള്ള ഭൂതം. ഡോക്ടർ ചട്ക, ഇപ്പൊ ഇവിടെ 6 ഭൂതങ്ങളുണ്ട്. 2 കറുത്തത്, 2 വെളുത്തത്, 2 പല നിറത്തിലും. ദാ കണ്ടോളൂ, ദാ പിന്നിൽ നിൽപ്പുണ്ട്. മോട്ടു, അകത്തേക്ക് ഓടിക്കോ. ഡോക്ടർ ജഡ്ക നമ്മളെ ഇവിടെ വെച്ചെങ്ങാനും പിടിച്ചാലുണ്ടല്ലോ, അത് നമ്മുടെ ആരോഗ്യത്തിന് അത്രയ്ക്ക് നന്നായിരിക്കില്ല. ഇവിടെ ഭൂതവും ഇല്ല, പ്രേതവും ഇല്ല. വരൂ, എന്റെ കൂടെ വരൂ, ഞാൻ നോക്കട്ടെ എവിടെയാ ഭൂതം ഉള്ളതെന്ന്. ഇനി എന്താ ചെയ്യാ? വാ, അവിടെ ഒളിച്ചിരിക്കാം. എവിടെയാണ് ഭൂതം? ഓ, എന്റെ കിച്ചൺ ആരാ ഇതുപോലെ നശിപ്പിച്ചിട്ടത് എന്റെ ചങ്കേ? ഓ, എന്റെ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെ കാണിച്ചത് ആരാണ്? ചങ്കേ, എന്റെ രോഗികളാണ് സത്യം. എന്റെ വീടിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും ഇവിടെ മോട്ടുപ്പത്തിന് വന്നിരിക്കണം. ഇങ്ങനത്തെ പണിയെല്ലാം അവരല്ലാതെ വേറെ ആരും ചെയ്യില്ല.
പത്തലു, നിങ്ങൾ രണ്ടുപേരും എവിടെയാണുള്ളത് ചങ്കുകളെ? ഞങ്ങള് ഹൗസ് ക്ലീനിങ്ങിന്റെ ജോലി തുടങ്ങിയിരിക്കുക. ഒരാളുടെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എന്താ? എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറയാനായിരുന്നു ചങ്കുകളെ. ഇപ്പൊ തന്നെ എന്റെ വീട് നല്ല വൃത്തിയായി തന്നെ കിടക്കുന്നത്. എന്നാലും ഒന്നുകൂടി വൃത്തിയാക്കണം ചങ്കുകളെ. ശരി ഡോക്ടർ ജഡ്ക, ഞങ്ങള് സമയം കിട്ടുമ്പോ വരാം. ബൈ ബൈ. ബൈ ബൈ, ടാറ്റാ. ഡോക്ടർ ചർക്ക, പോകല്ലേ? എന്നെ വിട്ടേക്ക്. വളരെ നിശബ്ദമായിട്ടുണ്ടല്ലോ പത്തലു. എനിക്ക് തോന്നുന്നത് അവര് പോയെന്നാ. വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഡോക്ടർ ജഡ്ക, sorry, sorry. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ രക്ഷിക്കേ. Watch India's largest kids library only on Geo Hotstar. Download the app now.